ഇനിയിപ്പോ നമ്മളിപ്പോ പറഞ്ഞു ചാക്കോച്ചനെ പോലെ നായികമാരിൽ അല്ലെങ്കിൽ മഞ്ജു വാര്യർ. മഞ്ജു വാര്യരുടെ കഥ ഭയങ്കര രസമാണ്. മഞ്ജു വാര്യർ ഞാൻ കൊല്ലത്ത് ആദ്യമായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായിട്ടാണ് തുടങ്ങിയെന്ന് അറിയാലോ. അതെ അതെ. അപ്പൊ ആ റെസ്റ്റോറൻറ്റിന്റെ അവിടെ ബിഷപ്പ് ജെറോം എന്നല്ല. അപ്പൊ അന്ന് സല്ലാവ് ഇറങ്ങിയ സമയമാണ്. അപ്പൊ അവിടെ ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് മഞ്ജു വാര്യരാണ് വന്നത്. മഞ്ജു വാര്യർ അന്ന് ഭയങ്കര ഒരു പാവായിട്ട് ഇങ്ങനെ അവിടെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ വന്ന് മിണ്ടാണ്ടിങ്ങനെ ഇരിക്കണം. അപ്പൊ അവരുടെ ഫുഡെല്ലാം ഞങ്ങളുടെ അന്ന് ആ ഒരു കാറ്ററിംഗ് നമ്മളാണ് ചെയ്യുന്നത്. ആ റെസ്റ്റോറൻറ്റിലാണ്, അപ്പുറം ഇപ്പുറമാണ്. അപ്പോൾ ഇവരെ ചടങ്ങ് കഴിഞ്ഞിട്ട് ആ ജ്വല്ലറിയുടെ ഓഫീസ് റൂമിൽ വന്നിരിക്കുകയാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം, ജ്യൂസ്, ബർഗർ, ഇങ്ങനെയൊക്കെയുള്ള സാധനം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബർഗറും ജ്യൂസൊക്കെ കൊണ്ട് കൊടുത്തു, കഴിപ്പിച്ചിട്ട് വന്ന്. ഞാൻ തീരെ അന്ന് 17-18 വയസ്സം കണ്ടേ ഉള്ളൂ. ആ സിനിമ സല്ലാവ് ഇറങ്ങി കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതേപോലെ എപ്പോഴും മെസ്സേജ് അയക്കും. ഇതുവരെ നേരിട്ട് പിന്നെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല. അന്ന് ബർഗറും ജ്യൂസും ഒക്കെ കൊടുത്തിട്ടേ ഉള്ളൂ. ഈ നമ്മൾ ഇവിടെ തുടങ്ങിയിട്ട് കൊച്ചിയിൽ വരാന്ന് പറഞ്ഞ് ഇതുവരെ സമയം ഞങ്ങളോടൊപ്പം വരാന്നൊക്കെ ഓപ്പോസിറ്റ് ക്രൗൺ പ്ലാസിലേക്ക് കൂടുതൽ വന്നാലും ഷൂട്ടിങ്ങിനൊക്കെ വന്നാലും ഇതുവരെ വന്നിട്ടില്ല. ഇനി മഞ്ജുവും വരാൻ രണ്ടുപേരുടെ പേര് ആവശ്യപ്പെടും. ഒന്ന് ചാക്കോച്ചൻ, ഒന്ന് മഞ്ജു വാര്യർ. ചാക്കോച്ചനെ കണ്ടില്ല, മഞ്ജു ചേച്ചിയെ ഞാൻ അവിടെ വെച്ച് ചാക്കോച്ചന് നേരിട്ട് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അവിടെ അന്ന് റെസ്റ്റോറന്റ് ബർഗറും ഓറഞ്ച് ജ്യൂസും എനിക്ക് ഓർമ്മയുണ്ട്. ബർഗർ, ഓറഞ്ച് ജ്യൂസ്, പിന്നെ ചിപ്സ്, വേറെ അങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ അതെങ്കിലും കൊടുത്തു. ചാക്കോച്ചന് ഒന്നും കൊടുത്തിട്ടില്ല അല്ലെ? ചാക്കോച്ചന് ഈ പറഞ്ഞ പോലെ അവാർഡ് കിട്ടിയ ഇതിൽ നമ്മൾ ചാക്കോച്ചൻ ഇപ്പൊ ഷൂട്ടിന് പോകുന്നു തോന്നുന്നു. കാസർഗോഡ് ഷൂട്ടാന്ന് തോന്നുന്നു. പുതിയ പടത്തിന്റെ ഷൂട്ടിങ്ങിന് പോയോന്ന് എനിക്കറിയില്ല, പോകുന്നതാണ് എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ കുറെ സിനിമാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജീവിതത്തിൽ ഏറ്റവും ദുഃഖം തോന്നിയ ഒരു നിമിഷം ഏതായിരിക്കും? ജീവിതത്തിൽ ദുഃഖം തോന്നിയ നിമിഷം എന്ന് പറഞ്ഞാൽ ആക്ച്വലി അങ്ങനെ ഭയങ്കര ഒരു കരിയർ എന്ന നിലയിൽ എനിക്ക് എൻ്റെ ഒരു ലൈഫ് ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി ജേണിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നിട്ടില്ല. ഞാനൊരു സാധാരണ 10ാം ക്ലാസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രീ ഡിഗ്രി പഠിക്കാൻ പറ്റിയില്ല. ഡ്രോപ്പ് ഔട്ട് ആയിട്ട് ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി ചെയ്തിട്ട് ഒരു ഇതേപോലെ ഒരു റെസ്റ്റോറൻറ്റിൽ 16ാമത്തെ വയസ്സിൽ 450 രൂപയ്ക്ക് വെയിറ്ററായിട്ട് ജോലി ചെയ്ത് വന്ന ഒരാളാണ്. ആ നിലയിൽ എനിക്ക് ഇതൊക്കെ എത്താൻ പറ്റുമ്പോൾ നമുക്ക് പിന്നെ കംപ്ലൈൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കിയെല്ലാം എക്സ്ട്രാ ബോണസ് ആണ്. ഒരു കൊല്ലത്തെ ഒരു അഷ്ടമുടിക്കായലിൻ്റെ തീരത്തുള്ള ഒരു ദ്വീപിനകത്ത് ജനിച്ചു വളർന്ന ഒരാൾക്ക് ഇതേപോലെയൊക്കെയുള്ള ബ്രിട്ടീഷ് പൗരത്വം കിട്ടുന്നു. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും പോകാൻ പറ്റി. ഇപ്പോൾ കുറേ ബിസിനസ്സായി, കുറേ സംഭവങ്ങളായി. നല്ല ഇതേപോലെയുള്ള വിശ്വവിഖ്യാതരായ ഒരുപാട് വ്യക്തികൾക്ക് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ, അവരോട് ഇടപഴകാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ദുഃഖം തോന്നേണ്ട കാര്യങ്ങളില്ല ആക്ച്വലി. പിന്നെ ഇതിൻ്റെ ഇടയിൽ, ഈ ഒരു കരിയറിൻ്റെ ഇടയിൽ നമ്മൾ എത്തപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് ദുഃഖിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒരുപാടെടുത്ത് നമ്മളെ റിജക്റ്റ് ചെയ്യുമല്ലോ. ഇപ്പോൾ ഈ ഒരു കുക്ക് എന്ന നിലയിൽ പഠിക്കാതെ, ഹോട്ടൽ മാനേജ്മെൻറ്റിൽ പഠിക്കാതെ നമ്മളൊരു റെസ്റ്റോറൻറ്റ്സിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ഷെഫ് ആവാൻ വേണ്ടിയിട്ട് ഞാനെടുത്ത കുറേ പെയിനുണ്ട്. അത് ഒത്തിരി പേര് നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ജോലിക്കൊക്കെ അപേക്ഷിക്കുമ്പോൾ നിനക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് ട്രയലൊക്കെ കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞാലും ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല, എക്സ്പീരിയൻസ് അല്ല, പഠനം, അക്കാഡമിക് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നൊക്കെ ഭയങ്കര ദുഃഖം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അത് നമ്മൾ വീണ്ടും ചെയ്ത് തോൽക്കാൻ തയ്യാറായിട്ടില്ല. അതാണ് ഒരിക്കലും തോൽക്കാൻ പാടില്ല. നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ. പക്ഷെ അന്നൊന്നും ഒരിക്കലും ഞാൻ കരുതിയല്ല എനിക്ക് ഇങ്ങനെയൊക്കെ ആവുമെന്നല്ല. പക്ഷെ നമുക്ക് നമ്മുടെ ലൈഫ് തുടങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നു. ഇല്ലില്ല, അതും വിചാരിച്ചില്ല. അതൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞ ആ ഒരു ടൈമിൽ ഫസ്റ്റ് 15 ഇയേഴ്സ് ഉണ്ടല്ലോ ഒരാളുടെ, ആദ്യത്തെ 15 വർഷം നിങ്ങൾ എടുക്കുന്ന എഫർട്ടായിരിക്കും നെക്സ്റ്റ് 15 ഇയേഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ ബലമായിട്ട് കിട്ടുക. ആദ്യത്തെ 15 വർഷം നിങ്ങൾ എത്രമാത്രം എഫക്റ്റ് എടുത്തോ, എത്രമാത്രം ആദ്യത്തെ 5 വർഷം, ഈ 15 ഇയേഴ്സ് എന്ന് പറഞ്ഞൊരു ലോങ് ടൈമാണ്. ഒരു 3 ഘട്ടമാണ്. 5 വർഷം എന്ന് പറഞ്ഞ ഒരു കാലഘട്ടമാണ് ഒരാളുടെ ലൈഫ്. ഒരു 20 വയസ്സിൽ തുടങ്ങുന്നു, 25 വയസ്സിൽ തുടങ്ങുന്നു, അല്ലെ 30 വയസ്സിലോ നിങ്ങളുടെ ഒരു കരിയർ തുടങ്ങുകയാണ്. അല്ല നിങ്ങൾ എന്തെങ്കിലും ആ 15 ഇയേഴ്സിൽ എടുക്കുന്ന എഫർട്ടിൻ്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും അടുത്ത 15 ഇയേഴ്സിൽ കിട്ടും. അപ്പോൾ എൻ്റെ ഒരു കരിയർ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ 15 ഇയേഴ്സിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കഷ്ടപ്പാടെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് കഴിവുണ്ടായിട്ടും, കഴിവെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ജോലി ചെയ്യാനുള്ള സ്കില്ലുണ്ട്. പക്ഷേ അവർ പറയുന്ന അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളെ തഴയും. അത് ഒരിടത്തല്ല പലയിടത്തും ആകുമ്പോൾ നമുക്കറിയാം. പിന്നെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നീട് ഒരുപാട് എക്സ്ട്രാ എഫർട്ട് എടുത്തിട്ട് വീണ്ടും ട്രൈ ചെയ്ത് ഗിവ് അപ്പ് ചെയ്യാതെ ചെയ്യുമ്പോഴാണ് കിട്ടിയത്. ആ രീതിയിൽ ഉള്ള ആ ഒരു സ്റ്റേജിൽ മാത്രമേ എനിക്ക് പേഴ്സണലായിട്ടുള്ളൊരു ദുഃഖം വന്നുള്ളൂ. പിന്നീട് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ബ്ലെസ്സിങ് അല്ലേ നമുക്ക്. എനിക്കതുകൊണ്ടൊരു 0 കംപ്ലൈൻറ്റ്. ഇനിയിപ്പോൾ നഷ്ടപ്പെട്ടാലും ഒന്നുമില്ല. ഞാൻ ഒരുപാട് സന്തോഷങ്ങളിലൂടെ എത്തിക്കേണ്ട സ്ഥലത്തേക്ക് ഒത്തിരി കാര്യങ്ങൾ അതാ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ. അപ്പം കഴിഞ്ഞ 30 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. ഈ 1.5 വർഷം കൊണ്ട് ഒരു സ്ഥാപനമായി തുടങ്ങി. പെട്ടെന്ന് തന്നെ 1.5 വർഷം കൊണ്ട് 12 റെസ്റ്റോറൻറ്റ് മൾട്ടിപ്പിൾ സിറ്റിയിൽ തുറക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഭയങ്കരമായൊരു, അത്ര ഈസി അല്ല ചെയ്യുക എന്ന് പറയുന്നത്. അതുകൂടാണ്ട് ഒരു 30ഓളം പുതിയ പ്രൊജക്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ, ഏറ്റവും അതും ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ആണ് നമ്മളെ പാർട്ടായിട്ട് വന്നിരിക്കുന്നത്. മാരിയറ്റിൻ്റെ തന്നെ ഈ പറഞ്ഞ ഇന്ത്യയിൽ ആദ്യത്തെ
ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇതൊരു അമേരിക്കൻ ബ്രാൻഡിൻ്റെ ഹോട്ടലിലാണ് നമ്മളിരിക്കുന്നത്. മാരിയറ്റ് ഇൻ്റർനാഷണലിൻ്റെ ലാ മെറിഡിയൻ എന്ന ബ്രാൻഡിൻ്റെ ഒരു ഹോട്ടലാണിത്. അവിടെ ആദ്യമായിട്ട് ഒരു മലയാളിക്ക് ഒരു തേർഡ് പാർട്ടി, അവർക്കും റെസ്റ്റോറൻറ്റ്സ് ഉള്ളതാണ്, അവർ നമ്മളെ കൊണ്ടുവന്ന് ഇവിടെ തന്നു. ഇതിൻ്റെ സക്സസ് കാരണം ഗോവ മാരിയറ്റ്, അത് ഇന്ത്യയിലെ ആദ്യത്തെ മാരിയറ്റിൻ്റെ ഹോട്ടലാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു 28 വർഷത്തിന് മുമ്പ് ഒരു ഇൻ്റർനാഷണൽ പ്രോപ്പർട്ടി വന്ന് ഫസ്റ്റ് തുടക്കുന്നതാണ് ഗോവ മാരിയറ്റ് റിസോർട്ട്. അത്രയ്ക്ക് ലെജൻഡറി ആയിട്ടുള്ള, അത് കൂടാണ്ട് അതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് അംബാനിയുടെ സഹോദരിയാണ്. സാൽഗോക്കർ ഫാമിലി എന്ന് പറയും. ഗോവയിലെ ഒരു ഏറ്റവും വലിയൊരു ബിസിനസ് FC സാൽഗോക്കർ എന്നൊക്കെ, സാൽഗോക്കർ FC എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അവരാണ് ആ ഹോട്ടൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ വിജയം കണ്ടിട്ടാണ് അവർ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തേത് JW മാരിയറ്റ് എന്ന് പറഞ്ഞ മാരിയറ്റിൻ്റെ ഏറ്റവും പ്രീമിയം പ്രോപ്പർട്ടിയാണ്. മാരിയറ്റിന് ഏകദേശം 30ഓളം ബ്രാൻഡ് ഉണ്ട്. ഇപ്പം നമ്മൾ റിറ്റ്സ് കാൾട്ടൺ, സെൻറ്റ് റിജിസ്, ട്രിബ്യൂട്ട്, മാരിയറ്റ്, ലാ മെറിഡിയൻ, റെനൈസൻസ്, വെസ്റ്റിൻ, അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബ്രാൻഡ്. അതിനകത്ത് JW മാരിയറ്റ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇത് തുടങ്ങിയത്. അയാളുടെ പേരിലുള്ള ബ്രാൻഡാണ് അവരുടെ വൺ ഓഫ് ദ പ്രീമിയം സെഗ്മെന്റിലുള്ള. അപ്പോൾ JW ദോഹയിൽ നമ്മുടെ പുതിയ റെസ്റ്റോറൻറ്റ് വീണ്ടും വരുന്നു. പിന്നെ പുതിയൊരു മാരിയറ്റിൻ്റെ കൊച്ചിയിൽ ഓപ്പൺ ആയി. ഇപ്പോൾ ഫോറം മോളിലും മാരിയറ്റിൻ്റെ ട്രിബ്യൂട്ട് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലൂടെ ഇവിടെ തൊട്ടടുത്ത്. അപ്പോൾ അവിടെയും നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റ് അവർ ഇൻവൈറ്റ്. അപ്പോൾ മാരിയറ്റിൻ്റെ 4ാമത്തെ പ്രോപ്പർട്ടി 1 ഇയറിൽ കിട്ടുക എന്ന് പറയുക ഇറ്റ്സ് ആൻ അച്ചീവ്മെൻറ്റ്. ഒരു മലയാളിക്ക് ഒരു അമേരിക്കൻ ബ്രാൻഡ് അവരുടെ 4 പ്രോപ്പർട്ടിയിൽ നമ്മളെ കൊണ്ടുവരുന്നു. അതുപോലെ മറ്റൊത്തിരി അവസരങ്ങളും ഇതേപോലെ ഒരുപാട്, ഇനി ഒരു 30ഓളം പ്രൊജക്റ്റാണ് കയ്യിലിരിക്കുന്നത്. അതൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ദുഃഖം എന്ന് പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റില്ല. ഈ നേരത്തെ നമ്മൾ ആ കാര്യം ചോദിച്ചപ്പോൾ 450 രൂപയ്ക്ക് കൊല്ലത്തൂർ റെസ്റ്റോറൻറ്റിൽ അല്ലേ, കൊല്ലത്തൂർ റെസ്റ്റോറൻറ്റ് വെയിറ്ററായിട്ട് ജോലി തുടങ്ങി അല്ലേ? അതെ. അവിടെ ഉണ്ടാവുന്ന അനുഭവങ്ങൾ, കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാവും. ഹോട്ടലിൽ ജീവനക്കാരനാണ് അല്ലേ, മുതലാളി വേറെയാണ്. അതിന്റെ താങ്കളുടെ മുകളിൽ ഞങ്ങളെ പരിക്കാണ്ട് ഗ്ലാസ് എടുത്തില്ലേ വഴക്ക് കേൾക്കാം, പ്ലേറ്റ് എടുത്തില്ലേ വഴക്ക് കേട്ടാ, ഫുഡ് കഴിക്കാൻ മുന്നേ ഭാഗത്ത് നിന്നുള്ള ഒരുപാട് അങ്ങനെ ഒത്തിരി കേട്ടിട്ടില്ലേ? അതെ. മാറിയിരുന്ന് കരഞ്ഞിട്ടുണ്ടോ? കരഞ്ഞിട്ടുണ്ട്. അയ്യോ, കരഞ്ഞ സമയങ്ങളൊക്കെ അത് ഏറ്റവും കൂടുതൽ അങ്ങനെയൊക്കെ നമ്മളെ അതൊക്കെ ആ ഒരു ജൂനിയർ ലെവലിൽ അറിയാത്ത പണിയൊക്കെ ചെയ്യുമ്പോൾ തിരക്ക് വരുന്ന സമയത്ത് കസ്റ്റമറിനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തൊട്ട് മുതിർന്ന ആളുകൾ, അവിടെ എല്ലാം ഇതൊരു പട്ടാള ചിട്ടയാണല്ലോ. തൊട്ട് മുകളിലുള്ള ആൾ ബോസാണ്, അതിന്റെ മേലുള്ള അതിലും വലിയ ബോസാണ്. പിന്നെ മുതലാളിയുടെ കാര്യമൊന്നും പറയേ വേണ്ട. അങ്ങനെയാണ് ആ ഒരു സമയം. അന്നൊക്കെ 90 മണിക്കൂറൊക്കെയാണ് ജോലി. ഒരാഴ്ച നമുക്ക് പോലും അറിയില്ല. രാവിലെ കയറുക, ക്ലോസിംഗ് ആണ് ടൈം. ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ അവസാനത്തെ ഗസ്റ്റും പോയി എല്ലാം ക്ലീൻ. കൊല്ലത്ത് ഷെഫ് കിങ് എന്ന് പറയും. അത് ഇപ്പോഴും ഉണ്ട് ആ റെസ്റ്റോറൻറ്റ്. അപ്പൊ അത് അന്നത്തെ കാലത്ത് എല്ലായിടത്തും അങ്ങനെ അവരായിട്ട് ചെറിയ അതൊക്കെ തന്നെയാണ്, മാറ്റങ്ങളില്ല. അത് മാറിയിരുന്ന് കരയേണ്ടതായിട്ട് പല പ്രാവശ്യം. പക്ഷെ അങ്ങനെയൊക്കെ ഒത്തിരി കരഞ്ഞ സമയങ്ങളുണ്ടല്ലോ. നമ്മൾ അന്നൊരു ചെറിയൊരു പയ്യനല്ലേ, ആ സമയത്ത് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണോ ജോലിയിലേക്ക് പോകാൻ കാരണം? തീർച്ചയായിട്ടും സാമ്പത്തികം. അച്ഛനും അമ്മ സാധാരണ, അമ്മയ്ക്ക് കൂലിപ്പണി കയറ് പിരിയായിരുന്നു, അച്ഛൻ അവിടുത്തെ നാട്ടുപണി കൂലിപ്പണിയൊക്കെയാണ്. അപ്പം 3 മക്കളെ ഇളയതാണ്. അപ്പൊ ആ ഒരു ഏറ്റവും ഇളയതാണ്. അപ്പൊ അന്നേരത്തെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ജോലി വേണം എന്ന് നിർബന്ധമായത്. അപ്പൊ അങ്ങനെ വന്നതാണ്.